ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ്, അഞ്ജലി ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ആദ്യം തന്നെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽദി മെഹന്തി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത് വിട്ടുപോയി. ഞാൻ ആക്ച്വലി എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു, പിന്നെ വിട്ടുപോയി. പിന്നെ ഹൽദിക്ക് ഞാനാണ് മറ്റേ ആങ്കറിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ പിന്നെ അങ്ങനെ അത് ചെയ്യാൻ വിട്ടു. ഓ മൈ ഗോഡ്, നെയിൽ പോളിഷ് മാറ്റണം. ഞാനതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ കുറച്ച് ഞങ്ങളുടെ ഡാൻസിൻ്റെ അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ എന്തൊക്കെയോ എടുത്തേക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് ഈ വെഡ്ഡിങ് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇറങ്ങും. ആക്ച്വലി സൺഡേ ആണ് നമ്മൾ ഹൽദിയും മെഹന്തിയും വെച്ചത്. സെയിം ഡേ തന്നെയായിരുന്നു. ആക്ച്വലി ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് എന്തൊക്കെയോ ഉള്ളത് ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഹൽദി ഫംഗ്ഷൻ ഒരു 4 o'clock ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചേട്ടനും വന്നിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ്റെ ഫാമിലി ഈ ഹൽദി തേക്കലും മധുരം വെക്കലും ഒക്കെ ആയിരുന്നു. അതിന് മുമ്പ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ അത് വിട്ടുപോയി എടുക്കാനായിട്ട്. കേക്ക് കട്ട് ചെയ്തു, സാഷി ഇടിച്ചു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിപ്പം ഞാനും ചേട്ടനും കൊടുക്കുകയാണ്. അതിന് മുമ്പ് പപ്പ, അമ്മ, പിന്നെ വേറെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൊടുത്തിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയ വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡാൻസിന് വേണ്ടി പൊസിഷൻ നിൽക്കുകയാണ്. നമ്മൾ ലാസ്റ്റാണ് ഡാൻസ് കളിച്ചത്. ബാക്കി കേക്ക് കട്ടിങ്ങും സ്വീറ്റ്സ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഡാൻസിന് ഫോർമേഷനൊക്കെ നിന്ന് പാട്ടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഉള്ള ആ ഒരു ഗ്യാപ്പാണത്. അതിനുശേഷം പിന്നെ എവിടെ ഉണ്ടായാലും നമ്മൾ കസിൻസിൻ്റെ ഒരു ഡാൻസ് പരിപാടി ഉണ്ടാവും, ആരുടെ കല്യാണമാണെങ്കിലും. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൻസ് തുടങ്ങുകയാണ്. അത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഭാഗം ഞാനിങ്ങനെ സ്പീഡിലിടാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു 7:30, 8 ആയപ്പോഴാണ് നമ്മുടെ മെഹന്തി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും എൻ്റെ കയ്യിലില്ല. നമ്മൾ ദക്ഷിണ കൊടുക്കലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെഹന്തി ഇടിക്കലുണ്ടായിരുന്നു. ജസ്റ്റ് ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തിരുവാതിരയാണ്. അപ്പോൾ നമ്മൾ തിരുവാതിര കളിച്ചു നമ്മളെല്ലാവരും കൂടി. ജസ്റ്റ് ഒരു 3 minutes എന്തോ ഉണ്ടായിട്ടുള്ളൂ. അതും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യാം. ഫുൾ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതിനുശേഷം ഞങ്ങളുടെ ഡാൻസും ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഡാൻസ് കളിച്ചിരുന്നു, അതും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.
ഇത് ട്യൂസ്ഡേയിലത്തെ വീഡിയോ ആണ്. അപ്പോൾ ചേച്ചി അവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാനായിട്ട്. ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പ് കൊലക്കണതായി അങ്ങും തൊട്ട് അപ്പത്തെ മൊത്തം പാടില്ല, കുറച്ചാടുള്ളൂ, കുറച്ചറിയുള്ളൂ. അപ്പത്തിക്കുത്തൊരു നായ വെളിച്ചം ചരണിന് ഇതാണ് സാഷ. സാഷ നന്നായി പാട്ട് പാടും. സാഷയുടെ പാട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം അല്ലേ? പിന്നെ നാളെ എന്താ സാഷ പരിപാടി? കല്യാണം. ആരുടെ കല്യാണം? ആ. അപ്പൊ ഇത് വ്ളോഗാണ്. നമുക്ക് നാളെ കല്യാണം വീഡിയോ എടുക്കാം അല്ലേ? പിന്നെ എന്തെങ്കിലും സാഷിക്ക് പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഒന്നും പറയാനില്ലാത്ത അങ്ങനെ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു തീർത്തോ? അതെന്താ അങ്ങനെ ഒരു ടോപ്പിക്? നോക്കോ പാട്ടല്ല ചെമ്പഴുക്ക അല്ല അങ്ങനെ കൊള്ളു പാടും പഠിപ്പിച്ചാൽ എനിക്ക് തരില്ല. പിന്നെ രാത്രി ആയപ്പോഴേക്കും നമ്മുടെ കസിൻസ് മാത്രം വന്നിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒന്ന് കൂടിയപ്പോൾ നമ്മളിവിടെ പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. അതേ അപ്പോൾ ചുമ്മാ ഒരു രസം. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കുറച്ച് വീഡിയോ ഞാൻ ഇടാം. പൊട്ടിയാ അല്ലെ ഇട്ടാ? അയ്യോ ഒരെണ്ണോടി പൊട്ടി. ഞാൻ മുകളിലേക്ക് നോക്കാനുള്ള അത് ഓപ്പറേറ്റ് ചെയ്യണത് ആരാ? ചിഞ്ചേട്ടനായിരിക്കും. മൈലാഞ്ചിട്ട് കൊടുക്കാൻ ഇത്ര നേരം. എന്റെ അവിടെ ആരും കാണാൻ ലൈറ്റ് കത്തിക്കൂടി, ലൈറ്റ് കത്തിക്കും. ചേട്ടാ അവിടെ ഇപ്പൊ വരും. ഇച്ചിരി വെളിച്ചം കത്തും, അപ്പൊ എടുത്താ മതി. ജയരാജനും കൂടെ ടെറസിന്റെ മോളിൽ ഇവരെന്താ ലാഗ് വെക്കണം? ഇവരോട് ചെയ്യാൻ പറ. എന്താ ഇവിടെ ലാഗ്? കത്തിക്കലുണ്ടാ? ഇവിടെയായിരുന്നു ഇത്ര നേരം.
ഇപ്പൊ നെഞ്ചിടിക്കണ്ടോ ചേച്ചി? നെഞ്ചിടിക്കണ്ടോ ചേച്ചി? ചേച്ചി നെഞ്ചിടിക്കണ്ട. എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യണേ? വ്ലോഗ് എടുക്കട്ടെ ചേച്ചി. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാ ചേച്ചിയുടെ കല്യാണമാണ്. ഇവിടെ ചേച്ചി ഇരിക്കുമായിരിക്കും. ബാച്ചിലർ ആയിട്ടുള്ള ലാസ്റ്റ് ഫുഡ്. ചേച്ചി എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യണേ? ഒന്നും തോന്നണില്ല. എൻഗേജ്മെന്റിന് ചേച്ചിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇപ്പൊ അതില്ല അല്ലേ? അല്ല, എല്ലാം കൂടെ കൂടിയിട്ടൊന്നും തോന്നണില്ലതാ. ഇതാണ് ചേച്ചിയുടെ ഫസ്റ്റ് ലുക്ക്, ടെമ്പിൾ ലുക്ക്. താലി കെട്ടുമ്പോൾ ഉള്ളത് ധാവണിയാണ്. അപ്പോൾ അതിന് ശേഷം ആണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം നമ്മൾ കസിൻസൊക്കെ കൂടി ചേർന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ചേച്ചി കുറച്ച് മുമ്പേ എത്തി. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ താലി കെട്ടുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പം ഞാനത് റോ ആയിട്ട് തന്നെ ഇടാണ്. കൂടുതൽ വോയിസ് ഓവേഴ്സ് ഒന്നും ചെയ്യുന്നില്ല.
കുടിക്കണ്ടേ എല്ലാ കാര്യങ്ങളും അങ്ങനെ താലികെട്ടും മാലയിടലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിലെ ഫംഗ്ഷനിലേക്ക് വരാണ്. ബാക്കി ഫങ്ഷൻസൊക്കെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അവിടേക്ക് വരാണ്. അപ്പോൾ ചേച്ചിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് കുറച്ച് ടൈം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ചേച്ചിയുടെ അച്ഛനും അമ്മയും വിളക്ക് കത്തിക്കലും പറ നിറയ്ക്കലും അങ്ങനത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യലാണ്. എല്ലാവരും വീട്ടിൽ
അങ്ങനെ സ്റ്റേജിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ചേച്ചി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സാരി മാറ്റും. ഇത് ചെക്കൻ്റെ വീട്ടുകാർ കൊടുത്ത സാരിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരിതേ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഹലോ ഹലോ ഓക്കെ കയറി കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് കയറട്ടെ അങ്ങനെ ഈവനിങ് ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവരുടെ അടുത്തോട്ട് പോവാണ്. അവിടെയാണ് റിസപ്ഷൻ ഇന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നു. പിന്നെ അവിടുത്തെ കുറച്ച് കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് വിളക്ക് കത്തിക്കലും ഒക്കെ പരിപാടിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 10 o'clock ഒക്കെ ആയപ്പോഴേക്കും തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്, കല്യാണത്തിൻ്റെ നെക്സ്റ്റ് ഡേ. ഇവർ രണ്ടുപേരും കൂടി ചേച്ചിയുടെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ അവിടെയും കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറ്റാണ്. അതിനുശേഷം ഇവിടെയും പാലും പഴമൊക്കെ കൊടുക്കുന്ന കുറച്ച് ചടങ്ങുകളുണ്ട്. നെക്സ്റ്റ് കംസ് ദ എക്സൈറ്റിംഗ് പാർട്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ പൊട്ടിച്ച് നോക്കാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാറ്. അപ്പൊ അവള് പറഞ്ഞ ഞങ്ങൾക്ക് അറിയാം ഫോട്ടോ ഫ്രെയിം ആണ്, എനിക്കും അറിയാം. അപ്പൊ എനിക്ക് ഫോട്ടോ ഫ്രെയിം ആണെന്ന്. അപ്പൊ എന്റെ അടുത്ത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു നല്ലത്. നമ്മൾ രണ്ടു അല്ല ഇതൊക്കെ കല്ല് സ്റ്റിക്ക് ചെയ്തൊക്കെ. ഞാനിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വെഡ്ഡിങ്ങിൻ്റെയും ഹൽദിയുടെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് കപ്പിൾസിന് ഒരു ഹാപ്പി മാരീഡ് ലൈഫും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.